ഹലോ ഡിയേഴ്സ്, ഗുഡ് മോർണിംഗ്. ഇന്നത്തെ റീഡിങ്ങിലേക്ക് സ്വാഗതം. എന്താണ് ഇന്നത്തെ ഗൈഡൻസ് എന്ന് നോക്കാം. ബി പോസിറ്റീവ്. കാർഡുകൾ നോക്കാം. ഡെത്ത് കാർഡാണ് ആദ്യം വന്നിരിക്കുന്നത്. അടുത്ത ലവേഴ്സ് കാർഡാണ്. ഞാനതിനെ കവർ ചെയ്ത് വെക്കാം. ലവേഴ്സ് കാർഡാണ്. അതുപോലെ തന്നെ അടുത്തത് ഫോർ ഓഫ് സോർട്സ് ആണ് വന്നിരിക്കുന്നത്. ഇവിടെ പല വ്യക്തികൾക്കും ഒരു ഫേസിൽ നിന്നും മറ്റൊരു ഫേസിലേക്ക് കടന്നിട്ടുള്ള വ്യക്തികളെയാണ് കാണുന്നത്. അതായത് ഒരു ഫേസിൽ നിങ്ങൾക്കൊരു തിരിച്ചടി കിട്ടി. അത് ചിലപ്പോൾ ചില ഹാബിറ്റ്സിലായിരിക്കാം, റിലേഷൻഷിപ്പിലായിരിക്കാം. നിങ്ങൾക്ക് ഒരു തിരിച്ചടി കിട്ടി. ഒരു ജീവിതത്തിൻ്റെ ഒരു ഘട്ടത്തിൽ നിന്ന് മറ്റൊരു ഘട്ടത്തിലേക്ക് ഡെത്ത് ആൻഡ് റീബർത്ത് ചെയ്യപ്പെട്ടിട്ടുള്ള ആളുകളാണ്. ഇവിടെ ലവേഴ്സ് കാർഡ് ഫോളോ ചെയ്ത് വന്നതുകൊണ്ട് തന്നെ ഒട്ടുമിക്കവാറും നിങ്ങൾക്ക് റിലേഷൻഷിപ്പിലാണ് പ്രശ്നങ്ങൾ വന്നിട്ടുള്ളത്. അതായത് നിങ്ങൾക്ക് പാർട്ട്ണർഷിപ്പിലായിരിക്കാം, ഫ്രണ്ട്ഷിപ്പിലായിരിക്കാം, ഇങ്ങനെ വ്യക്തിബന്ധങ്ങളിലാണ് നിങ്ങളുടെ പ്രശ്നങ്ങൾ വന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് റിലേഷൻഷിപ്പിലായാലും നമ്മളുടെ റിഫ്ലക്ഷൻ തന്നെയാണ് നമ്മളിലേക്ക് വരുന്ന വ്യക്തികളിലും കാണപ്പെടുന്നത് എന്ന് മനസ്സിലാക്കുക. അത് മനസ്സിലാക്കാനാണ് യൂണിവേഴ്സ് പറയുന്നതും. അതായത് നിങ്ങൾ യൂണിവേഴ്സിൽ സറണ്ടർ ചെയ്യുക. യൂണിവേഴ്സിൽ സറണ്ടർ ചെയ്ത് സ്റ്റില്ലായിട്ട് എന്താണ് ഞാൻ റിഫ്ലക്റ്റ് ചെയ്തത്, അല്ലെങ്കിൽ എൻ്റെ എന്ത് റിഫ്ലക്ഷനാണ് മറ്റുള്ളവരിൽ കണ്ടിട്ടുള്ളത്, അല്ലെങ്കിൽ എന്താണ് മറ്റ് വ്യക്തികളിൽ നിന്നും ആ ബന്ധങ്ങളിൽ നിന്നും എനിക്ക് പാഠമാക്കേണ്ടത്, അല്ലെങ്കിൽ എന്താണ് അവരെന്നെ പഠിപ്പിച്ചിട്ടുള്ളതെന്ന് ശ്രദ്ധിക്കാനാണ് യൂണിവേഴ്സിൽ സറണ്ടർ ചെയ്തുകൊണ്ട് അത് ശ്രദ്ധിക്കാനാണ് പറഞ്ഞിട്ടുള്ളത് ഇവിടെ. അതായത് നമുക്കിപ്പം ബന്ധങ്ങളിൽ പല പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾ ഒരുപാട് സ്ട്രെസ്ഡ് ആവും, ഓവർ സ്ട്രെസ്ഡ് ആവും, ടെൻഷൻ, സങ്കടം, കരഞ്ഞിട്ടുണ്ടാവും. ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് സ്ട്രെസ്സുകളിലൂടെ കടന്നു പോയിട്ടുണ്ടാവും. അത് നിങ്ങളുടെ പല വേദനകളും ബാക്കി വെച്ചിട്ടായിരിക്കും മടങ്ങിപ്പോയിട്ടുണ്ടാവുക, അല്ലെങ്കിൽ തിരിച്ച് നിങ്ങളിൽ നിന്ന് വിട്ടുപോയിട്ടുണ്ടാവുക. അത് നിങ്ങളുടെ തലയിലായിരിക്കാം, പുറത്തായിരിക്കാം, ഷോൾഡറിലായിരിക്കാം, ബാക്ക് പെയിൻ, ഇതൊക്കെ വന്നിട്ടുണ്ടാകും. കാരണം നമ്മളിൽ നിന്ന് ഒരു സ്ട്രെസ്സ് പുറത്തേക്ക് പോകുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ വളരെയധികം സ്ട്രെസ്ഡ് ആയിട്ടിരിക്കുമ്പോൾ നമ്മൾക്ക് നമ്മുടെ ശരീരത്തിൽ എവിടെയെങ്കിലും ആ ഒരു വേദന ബാക്കി വെച്ചിട്ടാണ് പോകുന്നത്. അതൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾ മാത്രം സ്ട്രെസ്ഡ് ആയിരുന്നു നിങ്ങൾക്ക് മനസ്സിലാവും. അതുകൊണ്ട് തന്നെ നിങ്ങളൊന്ന് റെസ്റ്റ് ചെയ്യുക, നിങ്ങൾ സറണ്ടർ ചെയ്യുക, യൂണിവേഴ്സിൽ സ്റ്റില്ലായിരിക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ ആ ഒരു റിലേഷൻഷിപ്പിലുണ്ടായിരുന്ന പ്രശ്നങ്ങളെ നിങ്ങളൊന്ന് ഇവാലുവേറ്റ് ചെയ്യുക. ഞാൻ ആ റിലേഷൻഷിപ്പിൽ എന്തായിരുന്നു, ഞാൻ ഓവർ റൂൾ ചെയ്യായിരുന്നു, അല്ലെങ്കിൽ ഞാൻ ഒരു സ്ലേവ് ആയിരുന്നു, എന്തായിരുന്നു എന്ന് ഇവാലുവേറ്റ് ചെയ്യുക. അതിനുശേഷം മാത്രം പുതിയതായി നിങ്ങളിലേക്ക് വരുന്ന റിലേഷൻഷിപ്പിനെ ഒരു സംശയത്തോടെ നോക്കാതെ നിങ്ങളുടെ ബോൾഡായിട്ടുള്ള നിങ്ങളുടെ ഏറ്റവും നല്ല വേർഷനോടുകൂടി കാണാൻ ശ്രമിക്കാനാണ് ഇവിടെ പറയുന്നത്. അതിന് നിങ്ങൾക്ക് റെസ്റ്റ് ആവശ്യമുണ്ട്. റെസ്റ്റ് ചെയ്യാനാണ് പറയുന്നത്. പലരും ഇന്ന് ബാക്ക് പെയിനൊക്കെ ആയിട്ട് റെസ്റ്റ് ചെയ്യുന്നതും കാണുന്നുണ്ട്. ഇതാണ് റീഡിങ്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. ഹാവ് എ നൈസ് ഡേ.